ഇന്ന് സാധാരണ ഒരു ദിവസം പോലെയല്ല കേട്ടോ, കുറച്ച് പ്രത്യേകതയുണ്ട്. കാരണം എന്നെടുക്കുന്ന ഒരു പണിയല്ല, ഒരു 6 മാസമോ 3 മാസമൊക്കെ കൂടുമ്പോൾ തേടി വരുന്ന ഒരു ജോലിയാണ് എനിക്ക് ഇന്നുള്ളത്. അതായത് തെങ്ങ് കയറാൻ വരുന്ന ദിവസമാണ്. അപ്പോൾ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിച്ചു വയ്ക്കും. അപ്പം ഞാനൊരു കുമ്പളങ്ങ കറിയും അതേപോലെ തന്നെ ഇടിയൻ ചക്ക തോരനും വെച്ചു. പിന്നെ മോൻ വീട്ടിലുള്ള കാരണം അവനൊരു നോൺ വെജ് വേണം കഴിക്കണമെങ്കിൽ. അപ്പോൾ ഇതാ ചിക്കൻ റോസ്റ്റും കൂടി ഞാൻ വെക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ചിക്കൻ റോസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കില്ല, പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെ ഉള്ള ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ട് കേട്ടോ. അങ്ങനെ അടുക്കളയിലത്തെ എന്താ പറയുക കറികളും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നേരെ ഞാനിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, നമ്മുടെ വീടിൻ്റെ ചുറ്റും തെങ്ങുണ്ട്, അതേപോലെ തന്നെ വീടിൻ്റെ ചുറ്റും ചെടികളൊക്കെ അത്യാവശ്യം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചട്ടിയിലാണ് കൂടുതൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചട്ടികളൊക്കെ മാറ്റി കൊടുക്കണം, തെങ്ങ് കയറാൻ വരുമ്പോഴേക്കും. പിന്നെ അതാ കുറച്ച് പച്ചക്കറികളൊക്കെ പൊട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിക്കാൻ വേണ്ടി നേരെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് പച്ചക്കറികളൊക്കെ പൊട്ടിച്ചെടുത്തു. പിന്നെ നമുക്കൊരു കായക്കുല വെട്ടാനുണ്ടായിരുന്നു. അത് ഞാൻ ഷായട്ടിനെ വിളിച്ചിട്ടാട്ടോ വെട്ടിച്ചത്. കാരണം അത് നല്ല വലിപ്പമുള്ളൊരു വാഴയായിരുന്നു. അങ്ങനെ ഇതാ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പൊട്ടിച്ചെടുത്തത്. അങ്ങനെ ഞാനും ഷായേട്ടനും നമ്മുടെ പേലിക്കുട്ടിക്കും കൂടി ഇതാ പറമ്പിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലെത്തിയപ്പോഴേക്ക് തെങ്ങ് കയറുന്ന ആൾ വന്ന് തെങ്ങൊക്കെ കയറി പോയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് നല്ല പണിയാണ് കേട്ടോ. നാളേക്ക് വെക്കാറില്ല, അന്നാണ് തന്നെ ആ പണി തീർത്തിരിക്കും കേട്ടോ. അപ്പോൾ ഈ പണികളൊക്കെ നോക്കി നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് നമ്മുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. കാരണം വേറെ ഒന്നല്ല, അവർ ചെയ്തു തരാമെന്നാണ് അവർ പറയുക, പക്ഷെ നമ്മുടെ പണി ഒന്നും നടക്കില്ല എന്ന് മാത്രം. അങ്ങനെ ഞാൻ ഓരോ വട്ടം നാളേനെ പറക്കിടുമ്പോഴും അവരെ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ കുറച്ച് വഴി എൻ്റെ കൂടെ അവർക്ക് വരാട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ പ്രാവശ്യം എനിക്ക് നാളേരം തെങ്ങ് കയറി കഴിഞ്ഞപ്പോഴേ ഷായേട്ടനും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ഷായേട്ടനും കൂടിയിട്ടാണ് ഈ പ്രാവശ്യം തെങ്ങൊക്കെ കയറി നാളേരൊക്കെ പറക്കിയിട്ടത്. അതുകൊണ്ട് തന്നെ വേഗം പണിയടക്കം കഴിഞ്ഞു. കണ്ടോ നമ്മുടെ കുട്ടിപ്പട്ടാളൻ്റെ പിന്നാലെ നിൽക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, തെങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നത്തെ ഒരു പണി എന്ന് പറയുന്നത് അവിടെ വൃത്തിയാക്കലാണ്. അങ്ങനെ അടിച്ചൊക്കെ വാരി വൃത്തിയാക്കി നമ്മുടെ ചട്ടികളൊക്കെ ഒരു ഭാഗത്തേക്ക് വെച്ചു. അപ്പോഴേക്കും എനിക്ക് ഷായേട്ടുണ്ടല്ലോ കരിക്കൊക്കെ വെട്ടി തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ചു. പിന്നെ ഇന്ന് രാത്രി വൈകിട്ട് നമുക്ക് റിസപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടേക്കൊക്കെ പോയി. അങ്ങനെ എത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ.